ഋഷി രാവിലെ തന്നെ കാറും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. കോടീശ്വരനായ ബിസിനസ്കാരൻ മാധവ മേനോന്റെ ഒരേ ഒരു മോനാണ് ഋഷി. അച്ഛൻ മാധവ മേനോൻ മരിച്ചിട്ട് കഷ്ടിച്ച് 2 ആഴ്ച തികയുന്നതേയുള്ളൂ. അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്ന ബിസിനസ്സിലോ കണക്കുകളിലോ ഒന്നും ഋഷിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. എങ്കിലും തന്റെ ആഡംബര ജീവിതത്തിന് പണം ആവശ്യമായതുകൊണ്ട് അവൻ നേരെ ബാങ്കിലേക്കാണ് ചെന്നത്. കയ്യിലുണ്ടായിരുന്ന ചെക്ക് ലീഫ് പൂരിപ്പിച്ച് അവൻ കൗണ്ടറിൽ നൽകി. ക്യാഷർ അത് പരിശോധിച്ചിട്ട് കുറച്ചു നേരം ഋഷിയെ ഒന്ന് നോക്കി. സാർ, ഈ ചെക്ക് പാസ്സാക്കാൻ കഴിയില്ല. അക്കൗണ്ട് ഹോൾഡർ മരിച്ച സ്ഥിതിക്ക് നോമിനിയുടെ സാന്നിധ്യമില്ലാതെ പണം പിൻവലിക്കാൻ നിയമപരമായി ബുദ്ധിമുട്ടുണ്ട്. ഋഷി അപ്പോൾ ഒന്ന് ചിരിച്ചു. അച്ഛൻ മരിച്ച വിവരം ബാങ്കിൽ അറിയിച്ചിട്ടുണ്ട്. ഞാനാണ് അച്ഛന്റെ ഏക മകൻ. ഞാനാണ് ഇതിന്റെ നോമിനി. പിന്നെന്താണ് പ്രശ്നം? ഋഷി ചോദിച്ചു. ക്യാഷർ അപ്പോൾ സിസ്റ്റത്തിൽ ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഇതിൽ നോമിനിയായി നിങ്ങളുടെ പേരല്ല കാണിക്കുന്നത്. ഋഷിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൻ കൗണ്ടറിലേക്ക് അല്പം കൂടി ചാഞ്ഞു നിന്നു. എന്താ താൻ പറഞ്ഞത്? അച്ഛന് ഞാനല്ലാതെ വേറെ മക്കളില്ല, ഭാര്യയും ജീവിച്ചിരിപ്പില്ല. എന്റെ പേരല്ലെങ്കിൽ പിന്നെ ആരുടെ പേരാണ് ഇതിൽ നോമിനിയായി ഉള്ളത്? ബഹളം കേട്ട് ബാങ്ക് മാനേജർ അവിടേക്ക് വന്നു. അദ്ദേഹം ഋഷിയെ അടുത്തുള്ള ക്യാബിനിലേക്ക് വിളിച്ചു. ഋഷി, ശാന്തനാകൂ. മാധവൻ സാർ മരിക്കുന്നതിന് കൃത്യം 1 മാസം മുൻപ് നോമിനി ഡീറ്റെയിൽസ് മാറ്റാൻ അപേക്ഷ തന്നിരുന്നു. നിയമപരമായി അതിൽ തെറ്റൊന്നുമില്ല. മാനേജർ ശാന്തമായി പറഞ്ഞു. നോമിനിയെ മാറ്റാനോ? ഞാനല്ലെങ്കിൽ പിന്നെ ആരുടെ പേരാണ് അച്ഛൻ കൊടുത്തത്? ഋഷിയുടെ ശബ്ദത്തിൽ ദേഷ്യവും പരിഭ്രമവും കലർന്നു. മാനേജർ അപ്പോൾ ആ ഫയൽ തുറന്നു വായിച്ചു. അഞ്ജലി കുര്യൻ, അതാണ് നോമിനിയുടെ പേര്. അഞ്ജലിയോ? അതാരാണ്? അച്ഛൻ അങ്ങനെ ഒരു ബന്ധുവിനെ എനിക്കറിയില്ല. ഋഷി ആകെ തകർന്നു പോയി. തന്റെ അച്ഛൻ തന്നോട് ഇത്ര വലിയൊരു ചതി ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തന്റെ ആഡംബരങ്ങളും സമ്പാദ്യവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ നിന്ന് മറയുന്നത് അവൻ കണ്ടു. ബാങ്ക് മാനേജറുടെ വാക്കുകൾ കേട്ട് ഋഷിയുടെ നിയന്ത്രണം വിട്ടു. അവൻ മേശയിൽ കൈകൊണ്ടടിച്ചു. ഞാൻ അറിയാതെ എങ്ങനെയാണ് അച്ഛൻ എന്റെ പേര് മാറ്റുന്നത്? ഈ സ്വത്തെല്ലാം എന്റേതല്ലേ? മാനേജർ അപ്പോൾ ശാന്തനായി അവനെ നോക്കി. ഋഷി സാർ, നോക്കൂ, സാറിന്റെ പേരിൽ ഇവിടെ സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഒന്നുമില്ല. ഉള്ളതെല്ലാം മാധവൻ സാറിന്റെ പേരിൽ മാത്രമാണ്. അദ്ദേഹത്തിന്റെ അധ്വാനമാണ് ആ പണം. അത് ആർക്ക് നൽകണമെന്നത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. നിയമപരമായി ബാങ്കിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല, മാനേജർ പറഞ്ഞു. പക്ഷെ എന്റെ അനുവാദമില്ലാതെ? ഋഷി പല്ല് കടിച്ചു. സാർ, നിയമം അങ്ങനെയല്ല. നോമിനിയെ നിശ്ചയിക്കാൻ അക്കൗണ്ട് ഹോൾഡർക്ക് ആരുടെയും അനുവാദം വേണ്ട. സമാധാനപ്പെടൂ, നമുക്കിതിന് വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കാം. മാനേജർ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഋഷിയുടെ ഉള്ളിൽ അപമാനം തിളച്ചു മറിയുകയായിരുന്നു. അവൻ അവിടെ നിന്നും ഇറങ്ങി. പാർക്കിങ്ങിൽ കിടന്ന തന്റെ കാറിനുള്ളിലിരുന്ന് അവൻ ആഞ്ഞു ശ്വാസം വിട്ടു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ തന്റെ ചെറിയച്ഛൻ വിശ്വനാഥനെ വിളിച്ചു. ഫോൺ എടുത്ത ഉടനെ അപ്പുറത്തു നിന്ന് വിശ്വനാഥന്റെ ആകാംക്ഷ നിറഞ്ഞ ശബ്ദം കേട്ടു. എന്തായി മോനെ ഋഷി, ക്യാഷ് കിട്ടിയോ? നമുക്ക് ആ കടം അങ്ങ് തീർക്കണ്ടേ? ഇല്ല ചെറിയച്ഛ, അച്ഛൻ എന്നെ ചതിച്ചു. ജീവിച്ചിരിക്കുമ്പോളേ ഉപകാരമില്ല, പോകുമ്പോഴും അങ്ങേരെ എനിക്കിട്ടൊരു 8ന്റെ പണി തന്നിട്ടാ പോയത്. ചാകാൻ നേരത്തുള്ള പൈസയൊക്കെ കൂടി ഏതോ ഒരുത്തിക്ക് എഴുതി വെച്ചു. ഋഷി ദേഷ്യം കൊണ്ട് വിറച്ചു. വിശ്വനാഥന്റെ ശബ്ദം അപ്പോൾ പെട്ടെന്ന് മാറി. എന്ത്? ആർക്ക് എഴുതി വെച്ചെന്നാ? എടാ, നിന്റെ അച്ഛനെ ഞാൻ പണ്ടേ പച്ചയ്ക്ക് കണ്ടതാ. ശുദ്ധ തല്ലിപ്പൊളിയായിരുന്നു അങ്ങേര്. സ്വന്തം മോനെ തെരുവിലിറക്കി വിട്ടിട്ട് ഏതോ ഒരുത്തിക്ക് പണം കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാ അവർ തമ്മിൽ? നീ വിടരുത്. ആ പെണ്ണിന്റെ വിവരം ബാങ്കിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നമ്മൾ അറിയാത്ത ഏതവളാ അവള്? ചെറിയച്ഛന്റെ വാക്കുകൾ ഋഷിയുടെ ഉള്ളിലെ തീയിൽ എണ്ണയൊഴിച്ചു. അവൻ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും ബാങ്കിനുള്ളിലേക്ക് ഇരച്ചു കയറി. നേരെ മാനേജറുടെ അടുത്തേക്ക് ചെന്ന് അവൻ ആക്രോശിച്ചു. എനിക്ക് ആ പെണ്ണിന്റെ അഡ്രസ് വേണം. ആരാണ് അഞ്ജലി? എവിടെയാണ് അവൾ താമസം? എനിക്ക് അവളെ കാണണം. ഋഷി നന്നേ ചൂടിലായിരുന്നു. മാനേജർ അപ്പോൾ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഋഷി, ബാങ്ക് പോളിസി അനുസരിച്ച് ഒരാളുടെ വ്യക്തിവിവരങ്ങൾ അങ്ങനെ ആർക്കും കൈമാറാൻ കഴിയില്ല. നിങ്ങൾ മാധവൻ സാറിന്റെ മകനാണെങ്കിലും അഞ്ജലി എന്ന വ്യക്തിയുടെ അഡ്രസ് നൽകാൻ ഞങ്ങൾക്ക് നിയമപരമായും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്റെ പണം കൈക്കലാക്കിയവൾ ആരാണെന്ന് എനിക്ക് കാണണം. ഋഷി വിട്ടുകൊടുത്തില്ല. ബാങ്ക് ജീവനക്കാരെല്ലാം അപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാനേജർ അപ്പോൾ പതുക്കെ പറഞ്ഞു. നോക്കൂ ഋഷി, ഇത്രയേ എനിക്ക് പറയാൻ കഴിയൂ. അഞ്ജലി കുര്യൻ എന്നാണ് അവളുടെ പേര്. നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അവസാനമായി വന്നതും അവളുടെ കൂടെയാണ്. അഡ്രസ് വേണമെങ്കിൽ നിങ്ങൾ ഒരു അപേക്ഷ എഴുതി തരൂ. ഹെഡ് ഓഫീസിൽ നിന്ന് അനുവാദം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. വേണ്ട, വേണ്ടതില്ല. ഋഷി ദേഷ്യത്തോടെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അഞ്ജലി കുര്യൻ, ആ പേര് അവന്റെ മനസ്സിൽ ഒരു മുറിവ് പോലെ പതിഞ്ഞു. അച്ഛന് വേണ്ടപ്പെട്ട ആരോ ആണവളെന്ന് അവൻ ഉറപ്പിച്ചു. എന്റെ ജീവിതം തകർക്കാൻ വന്ന അവളെ ഞാൻ
ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ബാങ്കിന്റെ ഗ്ലാസ് ഡോറുകൾ ശക്തിയായി തള്ളി തുറന്ന് ഋഷി പുറത്തേക്ക് നടന്നു. പുറത്ത് ഉച്ചവെയിൽ കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു പക ഋഷിയുടെ ഉള്ളിൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു. കാറിനുള്ളിലെ എസിയുടെ തണുപ്പിലും ഋഷി വിയർക്കുന്നുണ്ടായിരുന്നു. സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ പല്ല് കടിച്ചു. ഏതാണ് നശിച്ചവൾ? അഞ്ജലി കുര്യൻ. അച്ഛന്റെ കൂടെ ഞാൻ അറിയാതെ ഇത്രയും കാലം നടന്നത് ഏത് വേശ്യയാടാ? അവന്റെ ഉള്ളിൽ പക കനലായി എരിഞ്ഞു. ബാങ്ക് ബാലൻസ് പോയെങ്കിൽ പോട്ടെ, വലിയൊരു തറവാട് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളും തന്റെ പേരിലുണ്ടല്ലോ എന്നതായിരുന്നു അവന്റെ ഏക ആശ്വാസം. അതെങ്കിലും വിറ്റ് തന്റെ കടങ്ങൾ തീർക്കണമെന്നും പഴയതുപോലെ ആർഭാടമായി ജീവിക്കണമെന്നും അവൻ ഉറപ്പിച്ചു. അവൻ വേഗത്തിൽ ഫോൺ എടുത്ത് ഫാമിലി അഡ്വക്കേറ്റായ നന്ദഗോപാലനെ വിളിച്ചു. കോൾ റിങ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവന്റെ കാലുകൾ ദേഷ്യം കൊണ്ട് തറയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഹലോ വക്കീലെ, ഞാൻ ഋഷിയാണ്. പറയൂ ഋഷി, എന്താണ് ഈ നേരത്ത്? വക്കീലിന്റെ ശബ്ദത്തിൽ ഒരു തരം തണുപ്പൻ മട്ടായിരുന്നു. എനിക്ക് അച്ഛന്റെ സ്വത്തുക്കളുടെ ആധാരങ്ങളും പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും ഒക്കെ ഒന്ന് വേണം. എനിക്കൊരു വലിയ ബിസിനസ് ഡീൽ വരുന്നുണ്ട്. അത് പണയപ്പെടുത്തി കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. നിങ്ങൾ അത് റെഡിയാക്കി വെക്കി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. എന്നാൽ അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനമായിരുന്നു. അതിനുശേഷം വക്കീൽ പറഞ്ഞു, ക്ഷമിക്കണം ഋഷി, ആ ഡോക്യുമെന്റ്സ് ഒന്നും എന്റെ കയ്യിലില്ല. അത് നിനക്ക് തരാനും കഴിയില്ല. ഋഷി അപ്പോൾ ഒന്ന് ഞെട്ടി. തരാൻ പറ്റില്ലെന്നോ? അതെന്താടോ തന്റെ കയ്യിൽ ഇല്ലാത്തത്? ഞങ്ങളുടെ കുടുംബത്തിന്റെ വക്കീലല്ലേ താൻ? മര്യാദയ്ക്ക് പറഞ്ഞു തന്നോ ആ പ്രമാണങ്ങളൊക്കെ എവിടെയാണെന്ന്? ഋഷി, മാധവൻ സാർ മരിക്കുന്നതിന് 3 മാസം മുൻപ് തന്നെ ആ പ്രോപ്പർട്ടികളെല്ലാം വേറൊരാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉടമസ്ഥന്റെ കൈവശമാണ്. ഋഷിയുടെ തല അപ്പോൾ കറങ്ങുന്നത് പോലെ തോന്നി. അവൻ ഫോണിൽ അലറി, വേറൊരാളോ? അച്ഛന് ഞാനല്ലാതെ വേറെ ആരുണ്ട്? അത് ആരുടെ പേരിലാക്കിയെന്നാണ് താനീ പറയുന്നത്? അത് അഞ്ജലി എന്ന കുട്ടിയുടെ പേരിലാണ്. അഞ്ജലിയോ? വീണ്ടും ആ പേര്? താൻ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വീടും പറമ്പുമെല്ലാം ആ പെണ്ണിന്റെ പേരിലാക്കിയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഋഷിക്ക് ആകെ ഭ്രാന്ത് കയറി. അതെ ഋഷി, അഞ്ജലി കുര്യൻ. അവൾക്കാണ് ഇനി അതിന്റെ എല്ലാം അധികാരം. അവളുടെ അനുവാദമില്ലാതെ നിനക്ക് ആ വീട്ടിൽ കയറാൻ പോലും കഴിയില്ല. വക്കീൽ ഫോൺ കട്ടാക്കി. ഋഷിയുടെ കണ്ണ് ചുവന്നു തുടുത്തു. വക്കീലും ആ പെണ്ണും കൂടി ചേർന്ന് തന്റെ അച്ഛനെ ചതിച്ചതാണെന്ന് അവൻ ഉറപ്പിച്ചു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ടയറുകൾ റോഡിൽ ഉരസി വലിയ ശബ്ദത്തോടെ അവൻ വക്കീലിന്റെ ഓഫീസിലേക്ക് പാഞ്ഞു. വക്കീലിന്റെ ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് ഋഷി അകത്തേക്ക് കയറിയത്. നന്ദഗോപാലൻ തന്റെ കസേരയിലിരുന്ന് പേപ്പറുകൾ നോക്കുകയായിരുന്നു. എടാ, ഋഷി മേശപ്പുറത്തെ പേപ്പറുകൾ തട്ടിത്തെറിപ്പിച്ചു. ഋഷി, ഇത് മര്യാദയല്ല, നീ ഇവിടെ നിറങ്ങിപ്പോ. വക്കീൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഋഷി അയാളുടെ ഷർട്ടിന്റെ കോളറിൽ ആഞ്ഞു പിടിച്ചു. ഒരൊറ്റ വലിക്ക് അയാളെ മേശയുടെ അപ്പുറത്തേക്ക് വലിച്ചിട്ടു. പറയടാ, എവിടെ ആ പെണ്ണ്? എങ്ങനെയാടാ നിങ്ങൾ എന്റെ അച്ഛനെ കുടുക്കിയത്? ആധാരത്തിൽ അച്ഛനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചത് നീയല്ലേടാ? ഋഷി, എനിക്ക് ശ്വാസം മുട്ടുന്നു, വിട്. വക്കീൽ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടി. ഋഷി അപ്പോൾ അയാളെ നിലത്തിട്ട് നെഞ്ച താഞ്ഞു തൊയിച്ചു. മര്യാദയ്ക്ക് ആ പെണ്ണിന്റെ അഡ്രസ് പറഞ്ഞു തന്നോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടിട്ട് കൊല്ലും. ഏതാണ് അഞ്ജലി? നിലത്ത് വീണ് വേദന കൊണ്ട് പൊളഞ്ഞ വക്കീൽ അപ്പോൾ വിറയലോടെ പറഞ്ഞു, ഞാൻ പറയാം. അത് കുര്യൻ സാറിന്റെ മോളാണ്, അഞ്ജലി കുര്യൻ. ഋഷി ഒരു നിമിഷം നിശ്ചലനായി. കുര്യൻ സാറോ? ഏത് കുര്യൻ? അത് മാധവൻ സാറിന്റെ പഴയ മാനേജർ കുര്യൻ സാറിന്റെ മോള്, വക്കീൽ പറഞ്ഞു. അച്ഛന്റെ പഴയ മാനേജർ കുര്യനോ? ഋഷി ഒന്ന് നിലച്ചുപോയി. അതെ, 5 വർഷം മുമ്പ് കുര്യൻ സാർ മരിച്ചപ്പോൾ മാധവൻ സാറാണ് ആ കുട്ടിയെ സംരക്ഷിച്ചത്. മരിക്കുന്നതിന് മുമ്പ് സാർ തന്നെ സ്വമേധയാ ആ കുട്ടിയുടെ പേരിലേക്കെല്ലാം രജിസ്റ്റർ ചെയ്തതാണ്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും നീ ഈ പണമെല്ലാം ദൂർത്തടിച്ച് കളയുമെന്നും സാറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതം രക്ഷിക്കാൻ സാറ് കണ്ട ഏക വഴി ഇതായിരുന്നു. ഋഷി അപ്പോൾ അയാളുടെ കോളറിലെ പിടിവിട്ടു. അവനൊരു ഭ്രാന്തനെ പോലെ കിതച്ചുകൊണ്ടിരുന്നു. സ്വന്തം തന്ത തന്നേക്കാൾ കൂടുതൽ വിശ്വസിച്ചത് തന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു മാനേജറുടെ മകളെയാണെന്ന സത്യം അവനെ കൂടുതൽ മുറിപ്പെടുത്തി. എവിടെയാ അവൾ? ഋഷി തണുത്ത സ്വരത്തിൽ ചോദിച്ചു. നമ്മുടെ വിക്ടോറിയ സ്കൂളിൽ ടീച്ചറാണ് ആ കുട്ടി, അവിടെ ഉണ്ടാകും. ഋഷി ഒന്നും മിണ്ടിയില്ല. അവൻ ഓഫീസിന് പുറത്തേക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ ദുഃഖമല്ല, പകരം പ്രതികാരത്തിന്റെ കനലുകൾ മാത്രമായിരുന്നു. തന്റെ അച്ഛൻ തന്നിൽ നിന്ന് തട്ടിയെടുത്തതെല്ലാം താൻ അവളിൽ നിന്ന് തിരിച്ചു പിടിക്കും, അതേത് വഴിയിലൂടെയാണെങ്കിലും. അവൻ കാറിൽ കയറി. ബാങ്കിൽ നിന്നും വക്കീൽ ഓഫീസിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ഋഷിയുടെ തലയ്ക്കുള്ളിൽ തീമഴ പെയ്യിച്ചു. ഫോണിലൂടെ സംസാരിച്ചാൽ മതിയാകില്ലെന്ന് തോന്നിയ അവൻ നേരെ വണ്ടി വിട്ടത് ചെറിയച്ഛൻ വിശ്വനാഥന്റെ വീട്ടിലേക്കാണ്.
തറവാടിനോട് ചേർന്ന് വിശ്വനാഥൻ പണി കഴിപ്പിച്ച ആഡംബര ബംഗ്ലാവിനു മുന്നിൽ ടയറുകൾ കരിഞ്ഞു കത്തുന്ന ശബ്ദത്തോടെ ഋഷി വണ്ടി നിർത്തി. ഉള്ളിലെ കോടി കയറിയ ഋഷി കണ്ടത് ഹാളിലെ സോഫയിലിരുന്ന് മദ്യം നുണയുന്ന വിശ്വനാഥൻ ചെറിയച്ഛനെയാണ്. ഋഷിയുടെ വേഷവും ഭാവവും കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നം നടന്നുവെന്ന് വിശ്വനാഥന് മനസ്സിലായി. എന്താടാ ഋഷി, എന്താ ഈ കോലത്തിൽ? വിശ്വനാഥൻ കപടമായ പരിഭ്രമത്തോടെ എഴുന്നേറ്റു. ചെറിയച്ഛ, എല്ലാം കൈവിട്ടുപോയി. ബാങ്ക് ബാലൻസ് മാത്രമല്ല, അച്ഛന്റെ സ്വന്തം സമ്പാദ്യത്തിലുള്ള വീടും പ്രോപ്പർട്ടിയുമെല്ലാം അച്ഛൻ ആ പെണ്ണിന്റെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വക്കീല് പറഞ്ഞു, അച്ഛന്റെ പഴയ കുര്യൻ മാനേജറുടെ മോള് ആ അഞ്ജലിയുടെ പേരിലാണത്രേ ഇപ്പോൾ എല്ലാ ആധാരങ്ങളും. എനിക്കിപ്പോൾ നിൽക്കാൻ ഒരു ഇഞ്ച് മണ്ണില്ലാത്ത അവസ്ഥയായി ചെറിയച്ഛ, ഋഷി വിക്കി വിക്കി പറഞ്ഞു. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. വിശ്വനാഥൻ അപ്പോൾ പതുക്കെ ഋഷിയുടെ തോളിൽ കൈവച്ചു. എന്ത്? നിന്റെ അച്ഛൻ ഇത്രയും വലിയ ദ്രോഹം നിന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സ്വന്തം മോനെ വഴിയിലിറക്കി വിട്ടിട്ട് ഏതോ ഒരു മാനേജറുടെ മോക്ക് സ്വത്തെല്ലാം കൊടുക്കണമെങ്കിൽ അവൾ അങ്ങേരെ അത്രയ്ക്ക് വശീകരിച്ചിട്ടുണ്ടാകണം. എനിക്ക് അവളെ കൊല്ലണം ചെറിയച്ഛ, ഋഷി പല്ല് കടിച്ചു. പിന്നല്ലാതെ നീ ഒരാണാണെങ്കിൽ ഇത് ചോദിക്കണം. നിന്റെ അവകാശം തട്ടിയെടുക്കാമെന്ന ആ തടസ്സം അങ്ങ് നീക്കിയാലേ നിനക്ക് നിന്റെ അച്ഛന്റെ സ്വത്ത് തിരിച്ചു കിട്ടൂ. വേണമെങ്കിൽ നീ ജയിലിൽ പോയി കിടന്നോ. അത് ഇതിലും ഒരു അന്തസ്സാണ്. അല്ലാതെ ഭിക്ഷക്കാരനായി തെരുവിൽ നടക്കുന്നത് വലിയ നാണക്കേടല്ലേ? വിശ്വനാഥൻ ഋഷിയുടെ ഉള്ളിലെ പകയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ അവളെ വെറുതെ വിടില്ല. അച്ഛൻ കൊടുത്തതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. ഋഷി അലറിക്കൊണ്ട് പുറത്തേക്കോടി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ വിശ്വനാഥന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. ഋഷി പോയി കഴിഞ്ഞതും വിശ്വനാഥൻ തന്റെ ലൈബ്രറി മുറിയിലേക്ക് നടന്നു. അവിടെ തന്റെ വിശ്വസ്തനായ കൂട്ടാളി മുരളി ഇരിപ്പുണ്ടായിരുന്നു. വിശ്വനാഥൻ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് മദ്യം പകർന്നു. ഫ്രിഡ്ജിൽ നിന്നൊരു ഐസ് ക്യൂബ് എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ആ ഐസ് കട്ടയും ഗ്ലാസും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. കാര്യം എന്റെ ഏട്ടനൊക്കെയാ. പക്ഷെ ആ മാധവന്നാറി ഒന്ന് ചത്തു കിട്ടാൻ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നെന്നോ. വിശ്വനാഥൻ ഒരു സിപ്പ് കുടിച്ച ശേഷം കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. എന്നിട്ടിപ്പോൾ സ്വത്തൊക്കെ ഏതോ പെണ്ണിന്റെ കൈവശമായില്ലേ? അതെങ്ങനെ സംഭവിച്ചു? മുരളി അപ്പോൾ ചോദിച്ചു. അയാൾ എഴുതി വെച്ച് കാണും. അങ്ങനല്ലേ ഈ ചെക്കൻ ഇപ്പോൾ പറഞ്ഞത്? കണ്ടോ മുരളി, വിവരമില്ലാത്തവന്റെ ഓരോ പോക്ക്. സത്യം പറഞ്ഞാൽ എന്റെ ഏട്ടൻ മാധവൻ എന്നോട് വലിയ ദ്രോഹമാണ് ചെയ്തത്, ചെറിയച്ഛൻ പറഞ്ഞു. അതെന്താ വിശ്വനാഥ നീ അങ്ങനെ പറയുന്നത്? മുരളി അത്ഭുതത്തോടെ ചോദിച്ചു. ആ ദുഷ്ടൻ മരിക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു ദ്രോഹം ചെയ്തു വെച്ചു. ഈ ഉയപ്പൻ ചക്കൻ ഋഷിയെ കയ്യിലെടുത്ത് അവന്റെ അച്ഛന്റെ ബാങ്ക് ബാലൻസും സമ്പാദ്യവും ഒക്കെ അടിച്ചെടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഈ തലയില്ലാത്തവനോട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. ഒരു കയ്യൊപ്പിട്ട് തരാൻ പറഞ്ഞാൽ അവൻ കണ്ണടച്ച് തരുമായിരുന്നു. അങ്ങനെ അതെല്ലാം എനിക്ക് കൈക്കലാക്കാമായിരുന്നു. പക്ഷേ കിളവൻ അത് മണത്തറിഞ്ഞു. അതെനിക്കോ അവനോ തരാതെ ഏതോ ഒരു പെണ്ണിന് കൊണ്ടുകൊടുത്തു. വിശ്വനാഥൻ ദേഷ്യത്തോടെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അയാൾ ഗ്ലാസ് മേശപ്പുറത്ത് ആഞ്ഞു വെച്ചു. പക്ഷേ ഇതിലും വലിയൊരു ലാഭം ഇതിലുണ്ട്. ഈ തറവാടും പാടവും ഇനിയും ഭാഗം വെച്ചിട്ടില്ല. അതിപ്പോഴും കുടുംബസ്വത്തായി അമ്മയുടെ പേരിലാണ് കിടക്കുന്നത്. ഈ ഋഷി ഇപ്പോ പോയി ആ പെണ്ണിന് എന്തെങ്കിലും ചെയ്താൽ അവൻ ജയിലിലാകും. കൊലക്കേസിലോ മറ്റോ അവൻ അകത്തു പോയി തുലഞ്ഞാൽ പിന്നെ ഈ തറവാട് ചോദിക്കാൻ ആരുമില്ല. എനിക്ക് ആർക്കും ഭാഗം കൊടുക്കാതെ ഇത് മുഴുവൻ അങ്ങ് അനുഭവിക്കാം. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവനെ എരിവുകയറ്റി വിട്ടത്. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് തുലഞ്ഞു കിട്ടട്ടെ. വിശ്വനാഥന്റെ ഈ ചതിയെക്കുറിച്ച് ഒന്നും അറിയാതെ തനിക്കൊപ്പമുള്ളത് ചെറിയച്ഛൻ മാത്രമാണെന്ന് വിശ്വസിച്ച് ഋഷി അഞ്ജലി ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് കാറിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിക്ടോറിയ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് ഋഷിയുടെ വണ്ടി അകത്തേക്ക് കയറി. വണ്ടിയിൽ നിന്നിറങ്ങിയ അവന് ആ സ്കൂളിന്റെ ശാന്തതയും കുട്ടികളുടെ കളിച്ചിരികളും ഒരുപോലെ അരോചകമായി തോന്നി. അവന്റെ ലക്ഷ്യം ഒന്നു മാത്രം, അഞ്ജലി കുര്യൻ. ഋഷി നേരെ ചെന്നത് ഹെഡ് മിസ്ട്രസിന്റെ മുറിയിലേക്കാണ്. കസേരയിൽ ഇരുന്നിരുന്ന പ്രായമായ അധ്യാപിക ഗ്ലാസിന് മുകളിലൂടെ അവനെ ഒന്ന് നോക്കി. എന്താ കാര്യം? അവർ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് അഞ്ജലി കുര്യനെ ഒന്ന് കാണണം. ഋഷി തന്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ആരാണ്? എന്താണ് കാര്യം? ഇപ്പോൾ ക്ലാസ് നടക്കുകയാണ്. ഞാൻ അവളുടെ ഒരു റിലേറ്റീവാണ്. അത്യാവശ്യമായ ഒരു കാര്യത്തിന് വന്നതാണ്. ഋഷി അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു. അവന്റെ നിൽപ്പ് കണ്ട് അവർക്ക് എന്തോ പന്തികേട് തോന്നിയെങ്കിലും അവർ പ്യൂണിനെ വിളിച്ച് അഞ്ജലിയെ അങ്ങോട്ട് വിളിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നു. ലളിതമായ ഒരു ചുരിദാറും തോളിൽ ഒരു ഷോളും ഇട്ട ആ രൂപം കണ്ടപ്പോൾ ഋഷി ഒന്ന് ഞെട്ടി. ഇത്രയും നിഷ്കളങ്കമായ മുഖമുള്ള ഒരുത്തിയാണോ തന്റെ അച്ഛനെ പറഞ്ഞു പറ്റിച്ചത്? മുറിയിൽ കയറിയ അഞ്ജലി അപ്പോൾ ഋഷിയെ കണ്ടതും നിശ്ചലയായി. അവൾ അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവളുടെ മുഖത്ത് ഭയവും സങ്കടവും മിന്നി മറഞ്ഞു. നീയാണോ അഞ്ജലി കുര്യൻ?
ഋഷിയുടെ ചോദ്യം ഒരു കല്ലേറ് പോലെ അവളുടെ നേരെ വന്നു. അതെ, അവൾ പതുക്കെ മറുപടി നൽകി. പുറത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരോടും അനുവാദം ചോദിക്കാതെ ഋഷി പുറത്തേക്ക് നടന്നു. അഞ്ജലി അപ്പോൾ പേടിയോടെ ഹെഡ് മിസ്ട്രസിനെ ഒന്ന് നോക്കി. എന്നിട്ട് അവന്റെ പിന്നാലെ പുറത്തെ മാവിൻ ചുവട്ടിലേക്ക് നടന്നു. സ്കൂൾ മുറ്റത്തെ വിജനമായ ഭാഗത്തെത്തിയതും ഋഷി അവൾക്ക് നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ കത്തുകയായിരുന്നു. എന്ത് പറഞ്ഞിട്ടാടി നീ എന്റെ അച്ഛന്റെ സ്വത്തൊക്കെ നിന്റെ പേരിലാക്കിയത്? ഏത് മന്ത്രം ചൊല്ലിയാ നീ ആ മനുഷ്യനെ മയക്കിയത്? ഒരൊറ്റ ഞെക്കിന് തീർക്കാനേ ഉള്ളൂ നിന്നെ എനിക്ക്. ഈ ഋഷി തെരുവിൽ കിടക്കുമ്പോൾ നീ എന്റെ അച്ഛന്റെ പണം കൊണ്ട് ഇവിടെ സുഖിക്കാൻ നോക്കണ്ട. അവൻ അവളുടെ തോളിനടുത്ത് ചെന്ന് ആക്രോശിച്ചു. അഞ്ജലി ആകെ വിറച്ചുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഋഷിയേട്ടാ, പ്ലീസ് ദേഷ്യപ്പെടരുത്. ഒക്കെ ഞാൻ പറയാം. ഇത് സ്കൂളാണ്, കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. മാധവൻ സാർ എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഏൽപ്പിച്ച കാര്യങ്ങളോ? എന്ത് കാര്യമാടി നിന്നെ ഏൽപ്പിച്ചത്? പ്ലീസ്, ഞാൻ നാളെ ഓഫീസിലേക്ക് വരാം. നമുക്ക് ശാന്തമായി സംസാരിക്കാം. എനിക്കും ഋഷിയേട്ടനെ കാണണമെന്നുണ്ടായിരുന്നു. എല്ലാ രേഖകളും വിവരങ്ങളും ഞാൻ തരാം. ഇവിടെ വെച്ചൊന്നും പറയരുത്. അവൾ കൈകൂപ്പി അപേക്ഷിച്ചു. ഋഷിക്ക് അവളെ അവിടെ ഇട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചുറ്റും കുട്ടികളും മറ്റ് അധ്യാപകരും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ചു. വെറുതെ നാട്ടുകാരെ ഇടപെടുത്തണ്ട എന്നവൻ കരുതി. നാളെ 10 മണിക്ക് നീ എന്റെ ഓഫീസിൽ എത്തിയിരിക്കണം. വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഋഷി അവളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ഞാൻ വരാം, തീർച്ചയായും വരാം, അഞ്ജലി പതുക്കെ പറഞ്ഞു. ഋഷി ഒന്നും മിണ്ടാതെ തന്റെ കാറിലേക്ക് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞു പോകുമ്പോഴും അവന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നി പടരുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഋഷിക്ക് ഉറക്കം വന്നില്ല. അവൻ നിരന്തരം ചെറിയച്ഛൻ വിശ്വനാഥനുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. നീ എന്തിനാടാ അവളെ വിട്ടിട്ട് വന്നത്? അവിടെ വെച്ച് തന്നെ 2 കൊടുക്കണ്ടേ? തീർത്തൂടായിരുന്നോ നിനക്കവളെ? വിശ്വനാഥൻ ഫോണിലൂടെ അവനെ എരിവ് കയറ്റി. അതൊരു സ്കൂളല്ലേ ചെറിയച്ഛ, വെറുതെ പോലീസ് കേസൊന്നും വേണ്ടെന്ന് കരുതി. അവള് നാളെ ഓഫീസിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു. നീ നോക്കിക്കോ, അവൾ എന്തെങ്കിലും കള്ളക്കഥയുമായിട്ടായിരിക്കും നാളെ വരുന്നത്. നിന്റെ അച്ഛനെ പറ്റി നല്ലത് വല്ലതും പറഞ്ഞ് നിന്നെ സെന്റിമെന്റൽ ആക്കാൻ അവള് നോക്കും. നീ വീണു പോകരുത്. നിന്റെ വീടും സ്വത്തും തിരിച്ചു കിട്ടണമെങ്കിൽ അവളെ അങ്ങ് തീർത്തൊതുക്കിയേ പറ്റൂ. നീ ധൈര്യമായിരിക്കെ, നിന്റെ കൂടെ ഞാനുണ്ട്. ചെറിയച്ഛന്റെ വാക്കുകൾ കേട്ട് ഋഷിക്ക് ആത്മവിശ്വാസം കൂടി. തന്റെ ജീവിതം നശിപ്പിച്ച ആ പെൺകുട്ടിയെ നാളെ നേരിടാൻ അവൻ പ്ലാനുകൾ തയ്യാറാക്കി പകയോടെ ആ പ്രഭാതത്തിനായി കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഋഷി ഓഫീസിലെത്തി. എന്നാൽ പതിവ് പോലെ അച്ഛൻ ഇരിക്കാറുള്ള താഴത്തെ നിലയിലെ പ്രധാന ക്യാബിനിൽ ഇരിക്കാൻ അവന് തോന്നിയില്ല. അവിടെ അച്ഛന്റെ ഓർമ്മകളും ഗൗരവവും നിറഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട്. അവൻ തിരഞ്ഞെടുത്തത് ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ഗസ്റ്റ് റൂം കൂടിയായ പേഴ്സണൽ ക്യാബിനാണ്. അവിടുത്തെ ജനലിലൂടെ പുറത്തെ ലോകം കാണാം. ആരും പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വരികയുമില്ല. അഞ്ജലി കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തി. താഴത്തെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ സാറ് മുകളിലത്തെ സ്പെഷ്യൽ ക്യാബിനിൽ കാത്തിരിക്കുകയാണെന്ന് മറുപടി കിട്ടി. ഉള്ളിൽ വല്ലാത്തൊരു പേടി തോന്നിയെങ്കിലും മാധവൻ സാറിന്റെ മോനാണ്. അവൻ തന്നെ ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിൽ അഞ്ജലി ലിഫ്റ്റിൽ കയറി. ഏറ്റവും മുകളിലെ നിലയിലെത്തിയപ്പോൾ അവിടെ വിജനമായിരുന്നു. ലിഫ്റ്റിനടുത്തായി ഒരു സെക്യൂരിറ്റി മാത്രം ഇരിക്കുന്നുണ്ട്. ഋഷി സാറിന്റെ റൂം ഏതാണ്? ഋഷി സാറിനെ കാണാൻ വന്നതാണ്, അഞ്ജലി പതുക്കെ പറഞ്ഞു. ഇവിടെ ഋഷി സാറിന് റൂമൊന്നുമില്ല മോളെ. ഇത് മാധവൻ സാറിന്റെ പേഴ്സണൽ റൂമാണ്. ഋഷി സാർ ഇന്ന് ഇവിടെയുണ്ട്. അയാൾ ഒരു മൂലയിലെ വാതിൽ കാണിച്ചു കൊടുത്തു. അഞ്ജലി ആ വാതിലിന് മുന്നിലെത്തി ബെല്ലടിച്ചു. കുറച്ചു കഴിഞ്ഞ് ഋഷി തന്നെ വന്ന് വാതിൽ തുറന്നു. ഇന്നലത്തേക്കാൾ ശാന്തനായിരുന്നു അവൻ. പക്ഷേ ആ കണ്ണുകളിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വരൂ അഞ്ജലി, അകത്തേക്ക് കയറിയിരിക്കൂ. അവനൊരു കസേര കാണിച്ചു കൊടുത്തു. പേടിയോടെയാണെങ്കിലും അഞ്ജലി അവന്റെ എതിർവശത്തുള്ള കസേരയിലിരുന്നു. തന്റെ ബാഗിൽ മാധവൻ സാർ തന്നെ ഏൽപ്പിച്ച പ്രമാണങ്ങളും ഡോക്യുമെന്റ്സും അവൾ മുറുക്കി പിടിച്ചിരുന്നു. വെയിലത്ത് വന്നതല്ലേ, കുടിക്കാൻ എന്താ വേണ്ടത്? ഋഷി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഒന്നും വേണ്ട ഋഷിയേട്ടാ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിൽ പോകാനുള്ളതാണ്. അവിടെ ഇന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ട്, അവൾ പറഞ്ഞു. അതൊക്കെ സംസാരിക്കാം, പക്ഷേ ഇങ്ങനെ വരണ്ട തൊണ്ടയുമായിട്ടാണോ സംസാരിക്കുന്നത്? കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ഡ്രിങ്ക്സ് എന്തേലും എടുക്കാം. ഋഷി ഫോൺ എടുത്ത് ആരോടോ പറഞ്ഞു. അല്പം കഴിഞ്ഞ് ഓഫീസിലെ ഒരു സ്റ്റാഫ് കയ്യിൽ ട്രേയുമായി അവിടേക്ക് വന്നു. അതിൽ കലക്കിയ ഏതോ ഒരു പാനീയമുണ്ടായിരുന്നു. ഋഷി അത് അഞ്ജലിക്ക് നേരെ നീട്ടി. കുടിക്കി, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അവൾക്കത് കുടിക്കാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ ഒരു സിപ്പ് കുടിച്ചു. മുഴുവൻ കുടിച്ചോളൂ, സമാധാനമായി സംസാരിക്കാം. ഋഷി അവളെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. അവൾ അത് പകുതിയോളം കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് താഴെ വെച്ചു.
ഋഷിയേട്ടാ, ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. മാധവൻ സാർ മരിക്കുന്നതിനു മുമ്പ് എന്നെ വിളിച്ച്. അവൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവളുടെ തലയ്ക്കൊരു ഭാരം അനുഭവപ്പെട്ടു. കൺമുന്നിലെ കാഴ്ചകൾ മങ്ങുന്നതുപോലെ. അവൾ ബാഗ് തുറന്ന് ഡോക്യുമെന്റ്സ് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കൈകൾക്ക് വിറയൽ ബാധിച്ചിരുന്നു. ഋഷി അപ്പോൾ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ അഞ്ജലി, തല കറങ്ങുന്നുണ്ടോ? പേടിക്കണ്ട, നിന്റെ ബോധം മുഴുവനായി മറഞ്ഞു പോകില്ല. പക്ഷേ നിനക്കൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. ഋഷി കരുതിക്കൂട്ടിയ ആ പാനീയത്തിൽ എന്തോ മരുന്ന് കലർത്തിയിരുന്നു. അവൾക്ക് ചതി മനസ്സിലായി. അവൾ എഴുന്നേറ്റ് വാതിലിന് നേരെ ഓടാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ ഇടറി അവൾ താഴെ വീയാൻ പോയി. ഋഷിയേട്ടാ പ്ലീസ്, വേണ്ട, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഋഷിയുടെ ഉള്ളിലെ പകയും ചെറിയച്ഛൻ പറഞ്ഞുകൊടുത്ത കുതന്ത്രങ്ങളും അവനെ അന്ധനാക്കിയിരുന്നു. അവൻ അവളെ ബലമായി പിടിച്ചു വലിച്ച് ക്യാബിനോട് ചേർന്നുള്ള ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവളുടെ ദയനീയമായ കരച്ചിലുകൾ ആ മുറിക്കുള്ളിൽ അലയടിച്ചു. ഉള്ളിലെ പകയോടൊപ്പം ചെറിയച്ഛൻ കുത്തിവെച്ച വിഷം അവന്റെ ഉള്ളിൽ കിടന്നാളിക്കത്തി. തന്റെ അച്ഛൻ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച ആ പെൺകുട്ടി തന്റെ മുന്നിൽ ജീവനു വേണ്ടി യാചിക്കുകയാണെന്ന കാര്യം അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. മരുന്നിന്റെ ആഘാതത്തിൽ അഞ്ജലിക്ക് പ്രതികരിക്കാൻ പോലുമുള്ള ശേഷിയുണ്ടായിരുന്നില്ല. ഋഷി അവളെ ബെഡിലേക്ക് ബലമായി തള്ളിയിട്ടു. ഋഷിയേട്ടാ വേണ്ട, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ കൊല്ലരുത്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ കൈകൂപ്പി. കൊല്ലാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. എന്റെ അച്ഛനെ വലയിലാക്കി നീ കാണിച്ച തന്റെ ഇടമുണ്ടല്ലോ, അതൊന്ന് അടക്കി തരാൻ വന്നതാ ഞാൻ, അവൻ ക്രോധത്തോടെ പറഞ്ഞു. അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ ഋഷി ക്രൂരമായി പെരുമാറി. ഒരു വേട്ടക്കാരന്റെ വന്യതയോടെ അവൻ അവളെ കീഴ്പ്പെടുത്തി. അഞ്ജലി തന്റെ ബോധം മറഞ്ഞു പോകുന്നതിനിടയിലും സർവശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ മരുന്നിന്റെ ആലസ്യത്തിൽ അവളുടെ കൈകൾക്കൊന്നിനും ശക്തി ഉണ്ടായിരുന്നില്ല. ആ മുറിക്കുള്ളിൽ അവളുടെ നിശബ്ദമായ നിലവിളികൾ ഉയർന്നു. വേദന കൊണ്ടും അപമാനം കൊണ്ടും അഞ്ജലിയുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി പിടിച്ചു. തന്റെ അഭിമാനവും സ്വപ്നങ്ങളും തകർക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്ന് ഉപ്പുവെള്ളം ചാലിട്ടൊഴുകി. ഋഷിയുടെ പകയ്ക്ക് മുന്നിൽ അവൾക്കെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് താൻ തകർക്കുകയാണെന്ന ചിന്ത പോലുമില്ലാതെ ഋഷി തന്റെ പ്രതികാരം തീർത്തു. ഇന്നത്തോടെ തീരും നിന്റെ അഹങ്കാരം, അവൻ അവളുടെ ചെവിയിൽ ആക്രോശിച്ചു. അപമാനത്തിന്റെ ആഴക്കടലിൽ മുങ്ങിത്താഴ്ന്ന അഞ്ജലി ഒടുവിൽ നിശ്ചലയായി. അവളുടെ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിലും അതിൽ ബോധമില്ലായിരുന്നു. ശേഷം മേശപ്പുറത്തിരുന്ന പ്രമാണങ്ങൾ അവൻ അവളുടെ മുന്നിലേക്ക് നീട്ടി. ബോധം മറഞ്ഞു തുടങ്ങിയ അവളുടെ വിരലുകൾ പിടിച്ച് അവൻ ഓരോ പേപ്പറിലും നിർബന്ധിച്ചൊപ്പുകൾ വാങ്ങി. എല്ലാം തന്റെ പ്ലാൻ പോലെ നടന്നതിന്റെ ആവേശത്തിലായിരുന്നു ഋഷി. അഞ്ജലിയുടെ ഒപ്പിട്ട ആ പ്രമാണങ്ങൾ കയ്യിലെടുത്ത് അവൻ ബെഡിലേക്ക് ഒന്ന് ചാഞ്ഞു. മാധവൻ സാറിന്റെ സ്വത്ത് മാധവൻ സാറിന്റെ മകൻ തന്നെ അനുഭവിക്കുമെടി, അവൻ സ്വയം പറഞ്ഞു ചിരിച്ചു. കയ്യിലിരുന്ന പേപ്പറുകൾ മുഖത്തേക്ക് വീശിക്കൊണ്ട് അവൻ ആ തണുപ്പിൽ അല്പനേരം കണ്ണടച്ചു കിടന്നു. തന്റെ അച്ഛനെ വലയിലാക്കിയ ആ പെണ്ണിനെ താൻ പാഠം പഠിപ്പിച്ചു എന്നതായിരുന്നു അവന്റെ ഏക സമാധാനം. അല്പം കഴിഞ്ഞ് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴും അഞ്ജലി ചലനമറ്റതുപോലെ അവിടെ കിടക്കുകയായിരുന്നു. അവൻ അവളുടെ വസ്ത്രങ്ങൾ നിലത്തുനിന്നെടുത്ത് അവളുടെ ദേഹത്തേക്ക് അലക്ഷ്യമായി എറിഞ്ഞുകൊടുത്തു. ഇത്രയേ ഉള്ളൂ നിന്റെ അഹങ്കാരം, എന്റെ അച്ഛന്റെ പണം കൊണ്ട് സുഖിക്കാമെന്ന് നീ ഇനി സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അവൻ നേരെ പോയത് ഫ്രിഡ്ജിനടുത്തേക്കാണ്. ദാഹം കൊണ്ട് അവന്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിച്ച ശേഷം അവൻ ഹാളിലെ സോഫയിലേക്ക് നടന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ ഒന്ന് തടഞ്ഞു. അവളെ മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയപ്പോൾ അവളുടെ ബാഗ് നിലത്ത് വീണ് അതിനുള്ളിലെ സാധനങ്ങൾ അവിടെയെല്ലാം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. സോഫയിലേക്ക് ഇരിക്കാൻ പോയ ഋഷിയുടെ കാലിൽ അവളുടെ ചെറിയൊരു പേഴ്സ് തടഞ്ഞു. അവൻ കുനിഞ്ഞ് അത് കയ്യിലെടുത്തു. അലക്ഷ്യമായി അത് തുറന്നു നോക്കിയ ഋഷിക്ക് ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ആ പേഴ്സിനുള്ളിലെ സുതാര്യമായ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ 2 ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഒന്ന് അവളുടെ അച്ഛൻ കുര്യൻ സാറിൻ്റെത്, മറ്റൊന്ന് ഋഷിയുടെ ഒരു പഴയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഋഷിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ ആ ഫോട്ടോ പേഴ്സിൽ നിന്ന് പുറത്തെടുത്തു. എന്റെ ഫോട്ടോ ഇവളുടെ പേഴ്സിൽ എങ്ങനെയുണ്ടായി? അതും അവളുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് തൊട്ടടുത്ത് തന്നെ. താനും അഞ്ജലിയും തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നിട്ടും അവൾ എന്തിനാണ് തന്റെ ഫോട്ടോ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്നത്? ആ ചോദ്യം ഒരു വെള്ളിടി പോലെ അവന്റെ മനസ്സിൽ പതിച്ചു. ഋഷി വേഗത്തിൽ ബെഡ്റൂമിലേക്ക് ഓടിച്ചെന്നു. ബോധരഹിതയായി കിടക്കുന്ന അഞ്ജലിയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ആദ്യമായി ഒരു ഞീറ്റൽ അനുഭവപ്പെട്ടു. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെൺകുട്ടിയോടും താൻ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടില്ല. വെറും ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പുറത്ത് താൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്. താൻ വിചാരിച്ചതുപോലെ ഇതിലൊരു ചതിയില്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് താൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റല്ലേ? ഭയം കൊണ്ട് അവൻ വിയർക്കാൻ തുടങ്ങി. അവൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കൊണ്ടുവന്നു. അവളെ കട്ടിലിൽ ചാരിയിരുത്തി അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു.
അഞ്ജലി എഴുന്നേൽക്ക്, അഞ്ജലി. അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പക്ഷേ ഋഷി കൊടുത്ത മരുന്നിന്റെ ശക്തി അത്രയേറെ ഉണ്ടായിരുന്നു. അവൾ ഒന്ന് മൂളിയെങ്കിലും കണ്ണുകൾ തുറക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ പകുതി അടഞ്ഞ നിലയിലായിരുന്നു. ഞാൻ എന്താണ് ചെയ്തത്? ഋഷി ആ കട്ടിലിനരികിൽ തളർന്നിരുന്നു. മുറിയിലെ നിശബ്ദത അവനെ ഭയപ്പെടുത്താൻ തുടങ്ങി. അവൻ അവളെ കൊണ്ട് ഒപ്പുവെപ്പിച്ച ആ പ്രമാണങ്ങളിലേക്ക് നോക്കി. അത് വേണ്ടായിരുന്നു എന്ന് അവൻ അപ്പോൾ തോന്നി. അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാമായിരുന്നു. അഞ്ജലി തന്റെ ഫോട്ടോ സൂക്ഷിക്കാൻ മാത്രം എന്തു ബന്ധമാണ് താനുമായിട്ടുള്ളത്? അവൻ ആകെ തളർന്നുപോയി. ഒരു നിമിഷത്തെ ആവേശം കൊണ്ട് താൻ തകർത്തത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണെന്ന സത്യം അവനെ വല്ലാതെ ഭയപ്പെടുത്തി. അവൻ വേഗത്തിൽ താഴെ പാർക്ക് ചെയ്തിരുന്ന കാർ എടുത്ത് അടുത്തുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പാഞ്ഞു. എന്ത് വാങ്ങണമെന്നോ എങ്ങനെയുള്ള വസ്ത്രമാണ് അവൾക്ക് ചേരുകയെന്നോ അവൻ അറിയില്ലായിരുന്നു. എങ്കിലും ഏറ്റവും വില കൂടിയ ഒരു സെറ്റ് വസ്ത്രം വാങ്ങി അവൻ മിനിറ്റുകൾക്കുള്ളിൽ ഓഫീസിൽ തിരിച്ചെത്തി. ബെഡ്റൂമിൽ ബോധമില്ലാതെ കിടക്കുന്ന അഞ്ജലിയെ കണ്ടപ്പോൾ അവന്റെ കണ്ണ് ആദ്യമായി നനഞ്ഞു. അവൻ വളരെ സൂക്ഷ്മതയോടെ ഒരു കുഞ്ഞിനെ എന്ന പോലെ അവളെ താങ്ങിയിരുത്തി. അവൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന പുതിയ വസ്ത്രങ്ങൾ അവൾക്ക് അണിയിച്ചു കൊടുത്തു. അവളുടെ പാറിപ്പറന്ന മുടിയകൾ അവൻ കൈവിരലുകൾ കൊണ്ട് മാടിയൊതുക്കി. ഒരു തോർത്ത് നനച്ച് അവളുടെ മുഖത്തെ വിയർപ്പും ആ കണ്ണുനീരും വാടിപ്പോയ ചുണ്ടുകളും അവൻ തുടച്ചു കൊടുത്തു. ഓരോ തവണ അവളെ തൊടുമ്പോഴും തന്റെ കൈകൾ വിറയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. താൻ ചെയ്തത് എത്ര വലിയ പാപമാണെന്ന് അവന്റെ മനസ്സ് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അവളെ പുതപ്പിച്ചു കിടത്തി. ശേഷം അവളുടെ അരികിൽ കട്ടിലിൽ തല താഴ്ത്തി 2 കൈകൾക്കുമിടയിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവനിരുന്നു. സമയം ഇയഞ്ഞു നീങ്ങി. പുറത്ത് സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് കട്ടിലിൽ ഒരു ചലനമുണ്ടായത്. മരുന്നിന്റെ ലഹരി വിട്ടു തുടങ്ങിയ അഞ്ജലി സാവധാനം കണ്ണുകൾ തുറന്നു. താൻ എവിടെയാണെന്ന് ഒരു നിമിഷം അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ശരീരത്തിലെ വേദനയും മുറിയിലെ നിശബ്ദതയും കഴിഞ്ഞുപോയ ദാരുണമായ നിമിഷങ്ങളെ അവളുടെ ഓർമ്മയിലേക്ക് തിരികെ എത്തിച്ചു. തന്റെ വസ്ത്രം മാറിയിരിക്കുന്നത് കണ്ടതും അവൾ ഭയന്ന് വിറച്ചു. ഹൃദയം തകരുന്നൊരു നിലവിളിയോടെ അവൾ എഴുന്നേറ്റിരുന്നു. കട്ടിലിന്റെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി അവൾ വിങ്ങിപ്പൊട്ടി. അവളുടെ കരച്ചിൽ കേട്ട് ഋഷി ഞെട്ടി എണീറ്റു. അവൾക്കടുത്തേക്ക് ചെല്ലാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ അവൻ തല താഴ്ത്തി നിന്നു. അഞ്ജലി, ഋഷി എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ അവൾ അവനെ നോക്കിയത് വെറുപ്പും ഭയവും നിറഞ്ഞ കണ്ണുകളോടെയാണ്. എന്നെ തൊട്ടുപോകരുത്. എന്തിനാ നിങ്ങൾ എന്നോടിത് ചെയ്തത്? ഞാൻ എന്ത് ദ്രോഹമാ നിങ്ങളോട് ചെയ്തത്? അവളുടെ ശബ്ദം കരച്ചിലിൽ മുങ്ങിപ്പോയി. തന്റെ ബാഗ് തറയിൽ കിടക്കുന്നത് കണ്ട് അവൾ വേഗത്തിൽ എണീറ്റ് അത് കയ്യിലെടുത്തു. അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അപമാനത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്കോടി. അഞ്ജലി നിൽക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഋഷി അവളുടെ പിന്നാലെ ഓടി. പക്ഷേ അവൾ ലിഫ്റ്റിനായി കാത്തു നിൽക്കാതെ സ്റ്റെയർകേസിലൂടെ താഴേക്ക് ഓടിയിറങ്ങി. ഒരു വേട്ടമൃഗത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന ഇരയെ പോലെ അവൾ ആ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു. അഞ്ജലി ആ മുറിയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയപ്പോൾ ഋഷി ശൂന്യതയിലേക്ക് നോക്കി നിന്നുപോയി. കൈകളിലിരുന്ന പ്രമാണങ്ങളിലേക്ക് അവൻ ഒന്ന് നോക്കി. അല്പം മുൻപ് വരെ വിജയാവേശത്തോടെ പിടിച്ചു വാങ്ങിയ ആ വെള്ളക്കടലാസുകൾ അപ്പോൾ അവന് കനൽക്കട്ടകളായി തോന്നി. ഒപ്പിടാൻ വിറച്ച അവളുടെ കൈകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അവന്റെ മനസാക്ഷിയെ കുത്തി നോവിച്ചു. ദേഷ്യത്തോടെ അവൻ ആ പ്രമാണങ്ങൾ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ ഫോൺ അപ്പോൾ മേശപ്പുറത്തിരുന്ന് തുടർച്ചയായി ശബ്ദിക്കുന്നുണ്ടായിരുന്നു. സ്ക്രീനിൽ ചെറിയച്ഛൻ എന്ന പേര് തെളിയുന്നത് കണ്ടപ്പോൾ അവൻ എടുക്കാൻ തോന്നിയില്ല. ഒരിക്കൽ തനിക്ക് താങ്ങായി തോന്നിയ ആ ശബ്ദം അപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവന് തോന്നി. ഫോൺ എടുക്കാനോ സംസാരിക്കാനോ അവന് തോന്നിയതേയില്ല. അന്ന് രാത്രി വീട്ടിലെത്തിയെങ്കിലും താൻ ചെയ്ത ക്രൂരതയുടെ ഓർമ്മകൾ ഋഷിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ ബെഡ്ഷീറ്റിൽ മുറുകി പിടിച്ച അഞ്ജലിയുടെ കൈകൾ അവൻ കണ്ടു. അർദ്ധരാത്രിയിൽ വീണ്ടും ചെറിയച്ഛന്റെ കോൾ വന്നു. ഒടുവിൽ ഗതികെട്ട് അവൻ ഫോൺ എടുത്തു. എന്താടാ ഋഷി, എത്ര വട്ടം ഞാൻ വിളിച്ചു? എന്തായി കാര്യങ്ങൾ? ആ പെണ്ണിനെ കൊണ്ടെല്ലാം ഒപ്പിടിച്ചു വാങ്ങിച്ചോ? നീ അവളെ എന്തെങ്കിലും ചെയ്തോ? അപ്പുറത്ത് വിശ്വനാഥന്റെ ശബ്ദത്തിൽ ആവേശമായിരുന്നു. ഋഷിയുടെ തൊണ്ടയിടറി. ചെറിയച്ഛ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം, അവൻ പറഞ്ഞു. അതെന്താടാ, പണം കിട്ടിയാ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അവളെ നീ ശരിക്ക് കൈകാര്യം ചെയ്തില്ലേ? ചെറിയച്ഛ, എനിക്കിപ്പോൾ വല്ലാത്ത തലവേദന എടുക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഋഷി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ആ രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല.
അച്ഛൻ എന്തിനാണ് ഇത്രയും വലിയൊരു ചതി തന്നോട് ചെയ്തതെന്നാണ് അവൻ ആദ്യം കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അവൻ ചിന്തിക്കുന്നത് അച്ഛൻ എന്തിനാവും അവളെ ഇത്രയധികം വിശ്വസിച്ചതെന്നാണ്. തന്റെ ഫോട്ടോ അവളുടെ പേഴ്സിലിരിക്കണമെങ്കിൽ താൻ അറിയാത്ത എന്തോ ഒരു വലിയ ബന്ധം അവൾക്ക് തന്നോടുണ്ട്. ഞാൻ അവളോട് ചെയ്തത് വലിയ പാപമായി പോയി. അവൻ കിടക്കയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ ഋഷി നേരെ പോയത് അഞ്ജലിയുടെ സ്കൂളിലേക്കാണ്. അവളോട് മാപ്പ് പറയണമെന്നും ആ പ്രമാണങ്ങൾ തിരിച്ചു നൽകണമെന്നും അവൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ സ്കൂളിലെത്തിയ അവനെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു. അഞ്ജലി ടീച്ചർ ഇന്ന് വന്നിട്ടില്ല, അവർക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ലീവ് എടുത്തിരിക്കുകയാണ്, ഹെഡ് മിസ്ട്രസ് പറഞ്ഞു. അവളുടെ അഡ്രസ് എനിക്കൊന്ന് തരാമോ? വളരെ അത്യാവശ്യമാണ്, ഋഷി അപേക്ഷിച്ചു. അവർ അപ്പോൾ അവനെ ഒന്ന് സംശയത്തോടെ നോക്കി. ക്ഷമിക്കണം, സ്റ്റാഫിന്റെ അഡ്രസ് അങ്ങനെ ആർക്കും നൽകാൻ ഞങ്ങളുടെ സ്കൂളിന് അനുവാദമില്ല. അത് കേട്ട് നിരാശയോടെ പുറത്തിറങ്ങിയ ഋഷി ഉടനെ അഡ്വക്കേറ്റ് നന്ദഗോപാലനെ വിളിച്ചു. കഴിഞ്ഞ ദിവസം വക്കീലിന്റെ ഓഫീസിൽ പോയി കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ അവൻ ഓർത്തു. നന്ദേട്ടാ, ഞാൻ ഋഷിയാണ്. നീ എന്തിനാടാ വീണ്ടും എന്നെ വിളിക്കുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനിയും തല്ലാൻ വരികയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, നന്ദഗോപാലൻ ദേഷ്യത്തോടെ പറഞ്ഞു. അല്ല നന്ദേട്ടാ, പ്ലീസ്, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. എനിക്ക് അഞ്ജലിയുടെ അഡ്രസ് ഒന്ന് വേണം. ആ കുട്ടിയെ ഒന്ന് കണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനാണ്. എനിക്ക് അവളോട് ചിലത് പറയാനുണ്ട്. ഋഷിയുടെ ശബ്ദമിടറി. അവന്റെ മാറ്റം നന്ദഗോപാലൻ വക്കീലിനെ അത്ഭുതപ്പെടുത്തി. ഋഷി, നീ ഇന്നലെ വന്ന് ബഹളം വെച്ചപ്പോൾ അവൾക്ക് വല്ല അപകടവും സംഭവിക്കുമെന്ന് പേടിച്ചാ ഞാൻ വീട്ടിൽ അഡ്രസ്സ് തരാതിരുന്നത്. അതൊരു പാവം കുട്ടിയാടാ. നിന്റെ അച്ഛൻ അവളെ സ്വന്തം മോളെ പോലെയാ കണ്ടിരുന്നത്. അവളെ നീ ഉപദ്രവിക്കരുത്. ഒരിക്കലുമില്ല നന്ദേട്ടാ, ഞാൻ പഴയ ഋഷിയല്ല. എനിക്ക് അവളെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. നന്ദഗോപാലൻ അപ്പോൾ അവൻ അഡ്രസ്സ് പറഞ്ഞുകൊടുത്തു. ഫോൺ വെച്ച ശേഷം ഋഷി തന്റെ കാറിലിരുന്ന് കുറച്ചു നേരം കരഞ്ഞു. അവന്റെ ജീവിതത്തിൽ അവൻ മറ്റൊരാളെ ആലോചിച്ച് കരയുന്ന ആദ്യത്തെ കരച്ചിലായിരുന്നു അത്. താൻ തകർത്തത് അച്ഛൻ മോളെ പോലെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെയാണ്. കണ്ണു തുടച്ചുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അഞ്ജലിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ അവന്റെ മനസ്സ് നീറുകയായിരുന്നു. നന്ദേട്ടൻ കൊടുത്ത അഡ്രസ്സ് തിരഞ്ഞ് ഋഷി ചെന്നെത്തിയത് പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. റബ്ബർ മരങ്ങൾ അതിരിടുന്ന ഒരു ഇടവഴിക്കപ്പുറം ചെങ്കല്ല് പാകിയ പടികൾ കയറി ചെല്ലേണ്ട ഒരു ചെറിയ കുന്നിൻ മുകളിലായിരുന്നു ആ വീട്. പടികൾ കയറി മുകളിലെത്തിയ ഋഷി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. പഴയ ഓടിട്ടൊരു ചെറിയ വീട്. ചുവരുകളിലെ പെയിന്റ് പലയിടത്തും അടർന്നു തുടങ്ങിയിരിക്കുന്നു. ചുറ്റും കാട് പിടിച്ചു കിടക്കുന്ന പറമ്പ്. കോടീശ്വരനായ തന്റെ അച്ഛന്റെ എല്ലാ സ്വത്തും എഴുതി വെച്ചിട്ടും അവൾ ഇത്രയും ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണോ കഴിയുന്നത് എന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവൻ മുറ്റത്തേക്ക് നടന്നതും ഉമ്മറത്തെ മരവാതിൽ തുറന്ന് കയ്യിൽ ഒരു പാത്രവുമായി ഒരു പ്രായം ചെന്ന സ്ത്രീ പുറത്തേക്ക് വന്നു. അവനെ കണ്ടതും അവർ ഒന്ന് സംശയിച്ചു നിന്നു. ഇതാണോ അഞ്ജലി കുര്യന്റെ വീട്? ഋഷി വിനയത്തോടെ ചോദിച്ചു. ആ സ്ത്രീ അപ്പോൾ അവനെ ഒന്ന് ഉയിഞ്ഞു നോക്കി. അവന്റെ വില കൂടിയ വേഷം കണ്ടപ്പോൾ അവർക്ക് അവനൊരു വലിയ പുള്ളിയാണെന്ന് മനസ്സിലായി. അതെ, ഇതാണ് വീട്. സാറാരാ? അഞ്ജലി മോളെ കാണാൻ വന്നതാണോ? അവർ ചോദിച്ചു. അതെ, അഞ്ജലിയുടെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. എന്നെ അവിടുത്തെ സാർ അയച്ചതാണ് അഞ്ജലിയെ ഒന്ന് കാണാൻ. ഋഷി ഒരു കള്ളം പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ആണോ? മാധവൻ സാറിന്റെ ആളാണോ? അഞ്ജലി കുഞ്ഞകത്തുണ്ട് സാറേ. ഇന്നലെ വന്നപ്പോൾ മുതൽ അതിന് നല്ല പനിയാണ്. ആകെ തളർന്നിരിക്കുകയാണ്. ഞാൻ ദേ അപ്പുറത്തെ വീട്ടിലാ. കുഞ്ഞിനിത്തിരി കഞ്ഞി കൊടുക്കാൻ വേണ്ടി വന്നതാ. അവരാ പാത്രം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു. അതിവിടെ ഒറ്റയ്ക്കല്ലേ സാറേ? കുര്യൻ സാറ് പോയതിൽ പിന്നെ ആ പാവം ഈ വീട്ടിൽ തനിച്ചാ. ഞങ്ങൾ അയൽപ്പക്കത്തുള്ളവർ ഉള്ളതുകൊണ്ട് അതിനൊരാശ്വാസം. സാർ അകത്തേക്ക് ചെന്നോളൂ, ബെല്ലടിച്ചാ മതി. എനിക്ക് എന്റെ പേരക്കുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ സമയമായി. ഞാൻ എന്നാ പോട്ടെ. അവർ പടികൾ ഇറങ്ങി പോകുന്നത് നോക്കി ഋഷി അവിടെ നിന്നു. അവന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇത്രയും നിസ്സഹായായ ഒരു പെൺകുട്ടിയെയാണ് താൻ ഇന്നലെ മൃഗീയമായി ഉപദ്രവിച്ചത്. ഒരു നിമിഷം ബെല്ലടിക്കാൻ അവന് തോന്നിയില്ല. അവൻ വാതിൽ പതുക്കെ തള്ളി തുറന്നപ്പോൾ അത് ലോക്ക് ചെയ്തിരുന്നില്ല. അവൻ പതുക്കെ അകത്തേക്ക് കയറി. ഒരു ചെറിയ സ്വീകരണ മുറി. അവിടെയും കണ്ടു തന്റെ അച്ഛൻ മാധവൻ സാറിന്റെയും കുര്യൻ സാറിന്റെയും ഫോട്ടോകൾ ചുവരിലിരിക്കുന്നത്. ഒരു നിമിഷം അവൻ ആ ഫോട്ടോയിലേക്കൊന്ന് നന്നായി നോക്കി. അച്ഛനോട് അതുവരെ തോന്നാത്തൊരു സ്നേഹം തോന്നുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. അകത്ത് 2 ചെറിയ മുറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഋഷി പതുക്കെ ആ മുറിയിലേക്ക് നോക്കി. ജനലിലൂടെ വന്ന നേരിയ വെളിച്ചത്തിൽ ഒരു കട്ടിലിൽ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അഞ്ജലിയെ അവൻ കണ്ടു. അവളുടെ മുഖം വിളറിയിരുന്നു. പനിയുടെ ചൂടിൽ അവൾ ഇടയ്ക്കിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി, ഋഷി വളരെ പതുക്കെ വിളിച്ചു. ആ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി ഉണർന്നു.
തന്റെ മുന്നിൽ ഋഷിയെ കണ്ടതും ഒരു നിമിഷം അവൾ ഭയന്ന് വിറച്ചു. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് കട്ടിലിന്റെ മൂലയിലേക്ക് നീങ്ങിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇന്നലത്തെ ആ ഭീതി വീണ്ടും നിഴലിച്ചു. എന്തിനാ വീണ്ടും വന്നത്? എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട. എല്ലാം നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിയില്ലേ? ഇനി ഒന്നും ബാക്കിയില്ലല്ലോ. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഋഷിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലായിരുന്നു. അവൻ തല താഴ്ത്തി അവൾക്കരികിൽ കട്ടിലിൽ ചെന്നിരുന്നു. എനിക്ക് മാപ്പ് ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം അഞ്ജലി, പക്ഷേ നിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവൻ പറയുമ്പോൾ അവൾ മുഖം പൊത്തി കരയുകയായിരുന്നു. പനിയുടെ തളർച്ചയിലും അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. ആ കൊച്ചുമുറിയിൽ അപമാനത്തിന്റെയും വേദനയുടെയും ആഴം ഋഷിക്ക് ശരിക്കും അനുഭവപ്പെട്ടു. താൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ആകെ നിസ്സഹായനായി പോയിരുന്നു. അഞ്ജലിയുടെ വാക്കുകൾ ഓരോന്നും ഋഷിയുടെ നെഞ്ചിൽ തുളച്ചു കയറുന്ന അമ്പുകൾ പോലെയായിരുന്നു. അവനൊന്ന് അവളെ നോക്കി. മുറിയിലെ നിശബ്ദതയിൽ അവളുടെ വിങ്ങലുകൾ മാത്രം മുഴങ്ങിക്കേട്ടു. പശ്ചാത്താപം കൊണ്ടുരുകുന്ന ഋഷി പതുക്കെ കൈനീട്ടി കട്ടിലിനു മുകളിലെ പുതപ്പിന് മീതെ കൂടെ അവളുടെ കാലുകളിൽ ഒന്ന് തൊട്ടു. ഒരു നിമിഷം അഞ്ജലി ഞെട്ടിപ്പോയി. തന്നെ നശിപ്പിച്ച ആ കൈകൾ വീണ്ടും തൊടുമ്പോൾ ഭയമാണ് തോന്നേണ്ടതെങ്കിലും ഋഷിയുടെ ആ സ്പർശനത്തിൽ എന്തോ ഒരു വിങ്ങൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ കണ്ണീരോടെ അവനെ നോക്കി. ഋഷി അപ്പോൾ ഇടറിയ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു, അഞ്ജലി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. അച്ഛൻ എന്നെ ചതിച്ചു എന്നാണ് ഞാൻ കരുതിയത്. എന്റെ സ്വത്ത് നീ കൈക്കലാക്കി എന്ന് ചെറിയച്ഛൻ കൂടെ പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൽ ഞാനൊരു മൃഗമായി പോയി. ഒരു പെൺകുട്ടിയെ, അതും അച്ഛൻ സ്വന്തം മോളെപ്പോലെ കണ്ട നിന്നെ ഞാൻ. അവന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൻ വിങ്ങിപ്പൊട്ടി. അവനിൽ എന്തോ ഒരു മാറ്റം കണ്ടപ്പോൾ അഞ്ജലി കണ്ണീർ തുടച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റിരുന്നു. പനിയുടെ തളർച്ചയുണ്ടായിരുന്നിട്ടും അവൾ മനക്കരുത്ത് സംഭരിച്ചു. അവൾ കട്ടിലിനരികിലെ അലമാര തുറന്ന് തന്റെ ബാഗ് പുറത്തെടുത്തു. അതിൽ നിന്ന് ചില ഫയലുകൾ അവൾ ഋഷിയുടെ നേരെ നീട്ടി. എനിക്ക് ഋഷിയേട്ടന്റെ സ്വത്തൊന്നും വേണ്ട. ഞാൻ മാധവൻ സാറിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. സാറിന് ഒറ്റ പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഋഷിയേട്ടൻ നോക്കാതെ നശിപ്പിച്ച് കളയുമോ എന്ന്. സാറ് നിർബന്ധിച്ചിട്ടാ എല്ലാം എന്റെ പേരിലായത്. അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്തെങ്കിലും എല്ലാം ഋഷിയേട്ടന് തിരിച്ചു നൽകണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അതിന് സമ്മതിച്ചത്. അല്ലാതെ എനിക്കൊന്നും വേണ്ട. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് മാധവൻ സാർ കുറെ പറഞ്ഞതാ. ഞാനാണൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഉള്ള കാലം തൊട്ടേ ഞാൻ കളിച്ചു വളർന്ന വീടാണിത്. ചെറുതാണെങ്കിലും ഈ വീട്ടിൽ എനിക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. അത് മാത്രം മതി എനിക്ക്. അവൾ പതുക്കെ ആ പ്രമാണങ്ങൾ അവന് നൽകി. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഋഷിയേട്ടന് തിരിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നലെ അങ്ങോട്ട് വന്നത്. പക്ഷേ അപ്പോഴേക്കും അവൾക്ക് പിന്നീട് പറയാൻ കഴിഞ്ഞില്ല. അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അല്പം ശ്വാസമെടുത്ത് അവൾ വീണ്ടും പറഞ്ഞു, ഋഷിയേട്ടൻ വിചാരിക്കുന്ന പോലെ ചെറിയച്ഛൻ സ്നേഹം കൊണ്ടല്ല ഋഷിയേട്ടന്റെ കൂടെ നടക്കുന്നത്. ഋഷിയേട്ടന്റെ അച്ഛന്റെ പേരിലുണ്ടായിരുന്ന പല വസ്തുക്കളും ഇപ്പോൾ ചെറിയച്ഛന്റെ പേരിലാണ്. മാധവൻ സാർ മരിക്കുന്നതിനു മുമ്പ് അത് മനസ്സിലാക്കിയിരുന്നു. ഋഷിയേട്ടൻ ഒന്നുമില്ലാത്തവനായി മാറുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ആ അവസ്ഥ വരാതിരിക്കാനാണ് താൽക്കാലികമായി എല്ലാം എന്റെ പേരിലാക്കിയത്. എന്നെങ്കിലും ഋഷിയേട്ടനോട് ഇതെല്ലാം തുറന്നു പറയണമെന്നും എല്ലാം തിരിച്ചു നൽകണമെന്നും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് അവൾ അവനെ നോക്കി ഒരു മങ്ങിയ ചിരി ചിരിച്ചു. പിന്നെ എനിക്ക് ഋഷിയേട്ടനെ വലിയ ഇഷ്ടവുമായിരുന്നു. എന്റെ അപ്പച്ചൻ ഉണ്ടായിരുന്ന കാലത്ത് മാധവൻ സാർ ഇവിടെ വരുമ്പോഴൊക്കെ പറയുമായിരുന്നു ഋഷിയേട്ടനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന്. അപ്പച്ചന്റെ കൂടെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ ദൂരെ നിന്ന് ഋഷിയേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ഇഷ്ടം എന്നോ മനസ്സിലുണ്ടായിരുന്നു. മാധവൻ സാർ കുറെ ശ്രമിച്ചതാ നമ്മുടെ കല്യാണം നടത്താൻ. പക്ഷേ ഋഷിയേട്ടൻ വേറൊരു ലോകത്താണെന്ന് സാർ എപ്പോഴും പറയുമായിരുന്നു. എന്തെങ്കിലും സാർ ഇല്ലാതാകുന്ന കാലത്ത് ഒരു സഹായത്തിനായി ഏട്ടൻ വരികയാണെങ്കിൽ കൈവിടരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഏട്ടനെ സഹായിക്കാനുള്ള കഴിവൊന്നുമില്ലെന്ന് എനിക്കറിയാം. ആകെ ചെയ്യാനുള്ളത് ഋഷിയേട്ടന് അവകാശപ്പെട്ടതൊക്കെ തിരിച്ചേൽപ്പിക്കുക എന്നതാണ്. അത് ഞാൻ ചെയ്യാം. അവൾ അത് പറഞ്ഞ് പൊട്ടി കരഞ്ഞുപോയി. ഏട്ടൻ അനുഭവിക്കേണ്ടതൊന്നും കൈവിട്ടു പോകരുതെന്ന് തോന്നിയിട്ടാ. ദാ എല്ലാം എടുത്തോളൂ. ഒരു രൂപ പോലും എനിക്ക് വേണ്ട. ആരുടെയും കളിപ്പാവയായി നിൽക്കാതെ, ചെറിയച്ഛന് ചതിക്കാൻ നിന്നു കൊടുക്കാതെ സന്തോഷത്തോടെ ഏട്ടൻ ജീവിച്ചാൽ മാത്രം മതി. അഞ്ജലി ആ ഡോക്യുമെന്റുകൾ ഋഷിയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തലയിണയിൽ മുഖമമർത്തി കരഞ്ഞു.
ഋഷി ആ പ്രമാണങ്ങളിലേക്ക് ഒന്ന് നോക്കി. അതിൽ അച്ഛൻ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ അഞ്ജലിയുടെ പേരിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം ചെറിയച്ഛൻ ചതിയിലൂടെ തട്ടിയെടുത്ത പല കാര്യങ്ങളും അച്ഛൻ കണ്ടെത്തിയതിന്റെ രേഖകളുമുണ്ട്. തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ചെറിയച്ഛനെ വിശ്വസിച്ച് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ താൻ തകർത്ത് കളഞ്ഞു എന്ന തിരിച്ചറിവ് ഋഷിക്ക് താങ്ങാനായില്ല. താൻ ഇതുവരെ കണ്ട ജീവിതത്തെക്കാളൊക്കെ വലിയൊരു നിധിയാണ് തന്റെ മുന്നിലിരിക്കുന്നതെന്ന് ഋഷി മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ തലയിണയിൽ മുഖം പൊത്തി കരയുന്ന അഞ്ജലിയുടെ അടുത്തേക്ക് ഋഷി ഒന്നുകൂടി ചേർന്നിരുന്നു. താൻ ചെയ്ത തെറ്റുകളുടെ ഭാരം അവന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അവൻ വിറയ്ക്കുന്ന കൈകളാൽ അവളുടെ തലയിൽ മെല്ലെ തലോടി. അഞ്ജലി, ഋഷിയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛൻ ആഗ്രഹിച്ച ആ വാക്ക് നിവർത്തിക്കാൻ എനിക്ക് ഒരവസരം തന്നുകൂടെ? നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ അഞ്ജലി? നിന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. ഇത്രയും കാലം എന്നെ മനസ്സിൽ കൊണ്ട് നടന്ന നിന്നെ തനിച്ചാക്കി പോകാൻ എനിക്കാവില്ല, ഋഷി ഇടർച്ചയോടെ പറഞ്ഞു. അഞ്ജലി അപ്പോൾ ഒന്ന് വിറച്ചു. അവളുടെ കരച്ചിലിന്റെ വേഗത കൂടി. ഋഷി അപ്പോൾ അവളുടെ തോളിൽ കൈവച്ച് പതുക്കെ അവളെ തന്നിലേക്ക് ചേർത്തു. അറിയാതെ പറ്റിപ്പോയ തെറ്റാണെങ്കിലും അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. തിരുത്താൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഋഷി ഉണ്ടാകില്ല അഞ്ജലി. അത്രയ്ക്ക് നീറുന്നുണ്ട് എന്റെ മനസ്സ്. പലതും അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. കണ്ണടച്ച് പലരെയും വിശ്വസിച്ചു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഒരു മകനായി ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മരണശേഷമെങ്കിലും അച്ഛന്റെ ആത്മാവൊന്ന് സന്തോഷിക്കട്ടെ. ഞാൻ അറിയാതെ എന്നെ ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്നില്ലേ നീ? എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ച നിനക്ക് എന്നെ വെറുക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം പതുക്കെ ഉയർത്തി. കണ്ണുനീരിൽ കുതിർന്ന ആ മുഖം കണ്ടപ്പോൾ ഋഷിയുടെ ഉള്ളം പിടഞ്ഞു. അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണർന്നു. ഇനി ആർക്കും ചതിക്കാൻ ഞാൻ നിന്നുകൊടുക്കില്ല അഞ്ജലി. നീയാണ്, നീ മാത്രമാണ് ഇനി എന്റെ ജീവൻ. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിലെ അമിതമായ ചൂട് അവൻ ശ്രദ്ധിച്ചത്. നല്ല പനിയുണ്ടല്ലോ അഞ്ജലി. അവൻ വെപ്രാളത്തോടെ അവളുടെ നെറ്റിയിൽ കൈവച്ചു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് പനിച്ചതാകാം. സോറി. ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. ഒരു വേദനയും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അവൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പതുക്കെ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ആ നെഞ്ചിലെ ചൂടിൽ അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. ഇന്നലെ തന്നെ ദ്രോഹിച്ചവനാണെങ്കിലും തന്റെ അച്ഛനും മാധവൻ സാറും സ്വപ്നം കണ്ട ആ മാറ്റം ഋഷിയിൽ അവൾ കാണുന്നുണ്ടായിരുന്നു. ഋഷി അപ്പോൾ അവളെ താങ്ങി പിടിച്ചു. മുറിയിലെ ജനാലയിലൂടെ അസ്തമയ സൂര്യന്റെ അവസാന കിരണങ്ങൾ ആ കൊച്ചു മുറിയിലേക്ക് അരിച്ചെത്തി. ചതിയുടെയും പകയുടെയും കറുത്ത രാത്രികൾ അവസാനിക്കുകയാണെന്നും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പുതിയൊരു വെളിച്ചം ജനിക്കുകയാണെന്നും ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. മാധവൻ സാറിന്റെ ആഗ്രഹം പോലെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളെക്കാൾ വലിയൊരു നിധിയായി അഞ്ജലിയെ ഋഷി തന്റെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിച്ചു. ഇനിയുള്ള കാലം ഒപ്പം ജീവിക്കാൻ തന്റെ അച്ഛൻ കാത്തുവെച്ച അവളെന്ന നിധിയുമായി അവളുടെ കൈപിടിച്ചുകൊണ്ട് അച്ഛനില്ലാത്ത വലിയ വീട്ടിലേക്ക് അവൻ കയറി ചെല്ലുമ്പോൾ പ്രണയാഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു.